ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് കഴിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് കേട്ടോ പൊതിച്ചോറ്. അപ്പോൾ നമുക്ക് ഇന്ന് പൊതിച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കോവയ്ക്ക തോരൻ റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചേർക്കുവാണ്. കോവയ്ക്ക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും എരിവുള്ളൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 2 നുള്ള് ചെറിയ ജീരകം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വെണ്ടയ്ക്ക റൗണ്ടിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു സവോള, ചെറിയൊരു സവോള അരിഞ്ഞതും ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കോവയ്ക്ക തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒരുമിച്ചങ്ങ് റെഡിയാക്കുവാണ്. 2 അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് വീതം ചേർത്ത് കൊടുക്കുവാണ്. കോവയ്ക്ക തോരൻ റെഡിയാക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ആദ്യം സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ഞാനിനി ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊന്ന് പുരട്ടിയെടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുവാണ്. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുവാണ്. ചെറിയൊരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാലയെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കോവയ്ക്ക തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുവാണ്. കോവയ്ക്ക തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ തേങ്ങാ ചമ്മന്തി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്സറിൻ്റെ ജാറിലേക്ക് 5 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കുവാണ്.
ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒഴിച്ച് കറിയായിട്ട് വേറൊന്നും ഉണ്ടാക്കുന്നില്ല, തേങ്ങ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണ്ടമുളകാണ്, 4 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് പുളി ചേർക്കുവാണ്. 1 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മുട്ട പൊരിക്കാനായിട്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇനി ഞാനിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുവാണ്. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പം ആ ഒരു കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ മുട്ടയിലേക്ക് നന്നായിട്ട് കിട്ടും. ഇനി ഞാനിത് മാറ്റി വെച്ചിട്ട് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രം അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് കേട്ടോ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളൂ. അപ്പോൾ ഞാനിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുവാണേ. അപ്പോൾ ഞാനത് ചെമ്മീൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ മുട്ട പൊരിക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുട്ട പൊരിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് മുട്ട മിക്സാക്കി വെച്ചിട്ടുള്ളത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ പൊരിച്ചത്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്ക തോരൻ, തേങ്ങാ ചമ്മന്തി, മുട്ട പൊരിച്ചത്, ചോറ്, പിന്നെ ഞാൻ നാരങ്ങാച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ള നാരങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനത് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂട് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇനി ഞാനത് 2 സൈഡിലായിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കോവയ്ക്ക തോരനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെമ്മീൻ പൊരിച്ചത് വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് വെള്ള നാരങ്ങാച്ചാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഇത് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊതിഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് എൻ്റെ മിസ്സായി പോയി കേട്ടോ.
അപ്പം കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാനിവിടെ 1.5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇത് ഒന്ന് തുറന്നൊന്ന് കഴിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒത്തിരി നാൾ കൂടി കഴിച്ചുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.